വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ഭാരവാഹികളായി പ്രവർത്തിക്കുന്ന ആദരണീയരായ വ്യക്തികളെ, ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ നല്ല നാട്ടുകാരും സഹപ്രവർത്തകരുമായിട്ടുള്ളവരെ, നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയെ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മളിവിടെ മുദ്രാവാക്യമൊന്നും വിളിക്കുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സമ്മേളനം നടക്കുന്നത്. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം അത് ഇന്ത്യ മുഴുവനും പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സംഘടിച്ച് ശക്തരായെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയൂ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. സംഘടനാ ശക്തി കൊണ്ടും ആൾബലം കൊണ്ടും മാത്രമേ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഈ ദിവസങ്ങളിലെ പത്രങ്ങളിലെല്ലാം നമ്മൾ കണ്ടു, സാധാരണക്കാരായ പെൻഷൻ അവകാശപ്പെട്ടവർക്ക് കൊടുക്കേണ്ട പെൻഷൻ പണം അത് പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ തട്ടിക്കൊണ്ടുപോയി എന്ന് പത്രങ്ങളിൽ വാർത്ത നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കും. പെറ്റച്ചട്ടിയിൽ കൈയിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അത് നമ്മളിപ്പോഴീ ഭരണത്തിൽ കാണുകയാണ്. ആയിരക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്നവരും പെൻഷൻ മേടിക്കുന്നവരുമൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീരിൻ്റെ പണം അപകരിച്ചു കൊണ്ടുപോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ ഒരു അംഗീകാരം കൊണ്ടാണ് ഈ നേതാക്കന്മാരും ഭരണകർത്താക്കളും എല്ലാം കസേരയിൽ കയറിയിരിക്കുന്നത്. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നത് കൊണ്ടാണ്. അത് ആ സമയത്ത് മാത്രമേ നമ്മളോട് അവർ അനുഭാവപൂർവ്വം സംസാരിക്കുക പോലും ചെയ്യുന്നുള്ളൂ. പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ കൊടിയുടെയും വസ്ത്രത്തിൻ്റെയും ഒക്കെ നിറം നോക്കിയാണ് പെൻഷനും മറ്റു കാര്യങ്ങളും അനുവദിക്കുന്നത്. അതുകൊണ്ട് ഈ സംഘടന വളർത്തിയെടുത്ത് ഇതിനെ പരിപോഷിപ്പിച്ച് എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുകയും ആത്മാർത്ഥമായ ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ ഭരണാധികാരികളുടെ മുമ്പിൽ ഇത് ശക്തിയായി അവതരിപ്പിക്കുകയും നമ്മുടെ പാവപ്പെട്ട കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്നവർക്കും പെൻഷൻ കിട്ടാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ഭരണകർത്താക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരമുണ്ടാവുകയുള്ളൂ. അത് ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത് വോട്ട് ബാങ്ക് നോക്കിയൊക്കെയാണ്. നമ്മുടെ വോട്ടിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിന് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ കാരണമാകണം. നല്ല പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ കടന്നു വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വൺ ഇന്ത്യ വൺ പെൻഷൻ ഈ രാജ്യത്ത് എല്ലാവർക്കും 60 കഴിഞ്ഞവർക്ക് ജീവിക്കാനുള്ള വക കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനാരും മാറി നിൽക്കുമെന്ന് ആരും കരുതുന്നു. ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന, മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാത്ത, നല്ലൊരു വീട്ടിൽ കയറി കിടക്കാൻ അവസരമില്ലാത്ത ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ സഹായിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയൊരു പദ്ധതി രൂപീകരിച്ചത് വളരെ നന്നായി. അതുകൊണ്ട് ദീർഘമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ ഈ രംഗത്ത് ഒത്തിരി പ്രവർത്തിച്ചിട്ടില്ല. കേട്ട് മനസ്സിലാക്കുകയും വായിച്ചു പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ സംഘടനാ
ശേഷി ഇതിനുണ്ടാക്കിയെടുക്കണം. നല്ല ശേഷിയുള്ള ആൾക്കാർ, നന്നായിട്ട് പ്രസംഗം പറയാൻ അറിയാവുന്നവർ, നന്നായിട്ട് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്നവരൊക്കെ ഇതിനകത്തേക്ക് കടന്നു വരണം. എന്നിട്ട് നമ്മുടെ ആളുകളെ ബോധവൽക്കരിച്ച് അവർക്കിതിൻ്റെ ആവശ്യകതയിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ സംഘടിപ്പിച്ച് വലിയൊരു കൂട്ടമായി രൂപപ്പെടുത്തി ബാർഗെയിനിങ് പവറുള്ള ഒരു സമൂഹമായി അതിനെ മാറ്റിയെടുക്കണം. അതാണ് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതും. നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് അവകാശമുണ്ട്. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആളുകൾ അനുഭവിക്കുന്നു. തീരദേശവാസികൾ അവിടെ കിടന്നുറങ്ങാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിൽ സമരത്തിലാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുകയാണ്. അവർക്ക് സമ്മർദ്ദം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ പോലും പലരും പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ കിടന്നില്ല എന്ന് പത്രങ്ങളിലൂടെ നാം കാണുന്നു. എന്തൊരു പോക്കാണ് ഈ നാട് പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മളാരോടും ഒരു ശത്രുതയുമില്ല. പക്ഷെ നടക്കേണ്ട കാര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നടന്നു കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്, സംഘടനകളെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്, ആളുകളെ സംഘടിപ്പിക്കുന്നത്. എല്ലാം നമ്മുടെ പണമാണ്, നമ്മൾ കൊടുക്കുന്ന പണമാണ്. ഈ ദുരന്തങ്ങൾ വന്നപ്പോൾ നമ്മുടെ ഇടവകയിൽ നിന്നൊക്കെ എന്തുമാത്രം പണം പിരിച്ച് ആ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. അതൊന്നും നടപ്പിലാകുന്നതായി കാണുന്നില്ല. അത് നമ്മൾ തിരിച്ചറിയുകയും സാധാരണക്കാരായ ജനങ്ങളോട് ചേർന്ന് നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്യണം. അതിന് ഇത്തരത്തിലുള്ള സംഘടനകളും പ്രവർത്തകരും ആത്മാർത്ഥമായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സംഘടന ഇന്ത്യ മുഴുവനും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യ മുഴുവനിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പെൻഷൻ കിട്ടാനായിട്ട്, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു അവസരം കിട്ടാനായിട്ട് പ്രകൃതിയുണ്ട്. അത് നമ്മൾ നേടിയെടുക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് തമാശയായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കതറും പള്ളിയൊടുപ്പും വടി പോലെയുള്ള ഉടുപ്പും ഇട്ടുകൊണ്ട് നടന്നാൽ പോരാ. ആരെയാണ് നമ്മെ ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട സമയമായിരിക്കും. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ സംഘടനയ്ക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനം ഇന്ത്യ മുഴുവനും വ്യാപിച്ച് ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്ന ഉദ്ദേശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്നെ ഇവിടെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞ് ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധമായ ആശംസകളും നേർന്ന് ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്തു. നന്ദി. ബഹുമാനപ്പെട്ട വികാരിയച്ച ഫാദർ സക്കറിയാസ് അട്ടപ്പാറ വളരെ നല്ലൊരു സന്ദേശം ഞങ്ങൾക്ക് തന്നു. ഒപ്പം ഏറെ പ്രതീക്ഷ ലഭിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളും ഞങ്ങളെ അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുകയും ചെയ്ത അച്ഛനോട് ഏറെ സ്നേഹ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു.